മനസ്സിലായില്ല നാളത്തെ വീഡിയോയില് ഞങ്ങള് കഷ്ടപ്പെട്ടെടുത്ത വീഡിയോ ആണ്. അതെ ആര് ഞാൻ തന്നെ കൊതിക്കും. ഹലോ നമസ്കാരം, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാരും സുഖമായിട്ടിരിക്കുകയാണോ? അപ്പൊ ഇന്ന് നമ്മുടെ ഓണത്തിന്റെ തലേന്റെ തലേദിവസം അല്ലെ. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് ഒരു ലുക്കാണ് കേട്ടോ. അപ്പൊ നമ്മളെപ്പോഴും സ്കിൻ കെയറും അതുപോലെ തന്നെ മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മള് പുറത്തുനിന്നുള്ള കാര്യങ്ങൾ വെച്ചിട്ടില്ല ചെയ്യാ. പിന്നെ നമ്മള് നമ്മുടെ ചാനലിൽ കൂടുതൽ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ടല്ലേ നമ്മള് വീഡിയോസ് ചെയ്യാറ്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ലുക്കും കൂടി വേണ്ടേ, കാരണം കുറെ പേര് അങ്ങനത്തെ കാര്യങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു നമ്മുടെ ഫേസ് വാഷ് പൗഡറും നമ്മുടെ എന്താ പറയാ നാച്ചുറൽ ഹോം മെയ്ഡ് ടോണറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സ്കിൻ കെയറും അതുപോലെ തന്നെ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ജസ്റ്റ് ഒരു പൗഡർ മാത്രം, അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ലുക്ക് ചെയ്യാന്ന്. പിന്നെ ഇന്നത്തെ നമ്മള് സാരി എന്ന് പറഞ്ഞാല് പഴയതാണ് കേട്ടോ. അതിന്റെ കുറച്ച് കാര്യങ്ങൾ ഉണ്ട്, എന്തായാലും ഞാനത് പറയാം. അപ്പൊ ഇന്നൊരു മൊത്തത്തിലൊരു എന്താ പറയാ അത്ര വലിയ ആഡംബരങ്ങളൊന്നും ഇല്ലാത്ത സാധാ മോഡല്, സാധാ വീട്ടമ്മയുടെ ലുക്കാണ് കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ ആയിട്ട് ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ എന്റെ പേര് റോഷിനി എന്നാണ്. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ നമ്മുടെ നോട്ടിഫിക്കേഷൻ ബെല്ലൂടി ക്ലിക്ക് ചെയ്യുക, എന്നാലാണ് അതിന്റെ ആ ഒരു നോട്ടിഫിക്കേഷൻ നമ്മൾ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫോണിൽ കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. അപ്പൊ ഞാനിപ്പോ ഒന്നും ചെയ്തിട്ടില്ല, വെറുതെ ഒരു ലിപ് ബാം ഇട്ടിട്ടുണ്ട്. കാരണം വെച്ചാൽ ലിപ്സ് ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട്, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ നമ്മുടെ ഫേസ് വാഷ് പൗഡർ ഇതുപോലെ ഇപ്പൊ ചെപ്പിലാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പൊ ഇതിൽ ഞാനൊരു കാര്യം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് വന്നിട്ട് ഇതിന്റെ കോലം നോക്കണ്ട കേട്ടോ, നമ്മൾ സ്ഥിരമായിട്ട് എടുക്കുന്നോണ്ടേ. നിങ്ങൾക്ക് ഓൾറെഡി ഈ ചെപ്പ് കണ്ടിട്ടുണ്ടാവും എന്റെ ഡൈമ ലൈഫിലൊക്കെ. അപ്പോ ഇതിൽ ഞാനിപ്പോ നമ്മുടെ മരമഞ്ഞളുടെ പൗഡർ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഉലുവ റാഗി ആ ഒരു മിക്സ് ആണ്. അതിന്റെ കൂടെ നമ്മുടെ നിലാസെപ്സിന്റെ മരമഞ്ഞൾ പൗഡറില് അതുകൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എനിക്ക് കുറച്ചുകൂടി നന്നായിട്ട് തോന്നി, അതുകൊണ്ടാണ്, വേറെ ഒന്നല്ല. അപ്പൊ ഞാൻ ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമ്മുടെ ഫേസ് നമുക്ക് വാഷ് ചെയ്യാം. നമ്മൾ പുറത്തുനിന്നൊന്നും എടുക്കുന്നില്ല. അതാ അപ്പൊ ഞാൻ അത്ര എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് വേണ്ട നമുക്ക് ചെയ്യാനായിട്ട്. അപ്പൊ ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടൊന്ന് അതിനൊന്ന് മിക്സ് ചെയ്യട്ടെ കേട്ടോ. അപ്പൊ ഭയങ്കര ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് പൗഡർ ആണ്. നമ്മുടെ ചാനലിലൊക്കെ ഒത്തിരി പേര് പറയാറുണ്ട് നല്ലതാണെന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞൾ സ്യൂട്ട് ആവണവർക്ക് മഞ്ഞളും കൂടി ഇതിന്റെ കൂടെ ആഡ് ചെയ്ത് ഉപയോഗിക്കാം. ഒപ്പം തന്നെ മഞ്ഞൾ സ്യൂട്ട് അല്ല, അപ്പൊ മരമഞ്ഞളൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അതും ഫേസ് വാഷ് പൗഡറിന്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്കിപ്പോ സ്കിന്നൊന്ന് പ്രിപ്പയർ ചെയ്യണത് വളരെ നല്ലതല്ല നമ്മള്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് അടക്കം ചെയ്യുന്നത്. നമ്മൾ എപ്പോഴും മേക്കപ്പ് ചെയ്യുമ്പോൾ അത് എപ്പോഴും ശ്രദ്ധിക്കണം. ഞാൻ ഫേസ് ഒന്ന് നനച്ചു കൊടുക്കട്ടെ കേട്ടോ. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടേ നമ്മൾ ഈ ഒരു ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയാ ഒരു ഇറിറ്റേഷൻ പോലെ ആവും. നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ആദ്യം അപ്ലൈ ചെയ്തിട്ട് ഒന്ന് മസാജ് ചെയ്തിട്ട് കഴുകിയിട്ട് വരാം ഞാൻ. ഓക്കെ, അപ്പൊ നമുക്കിനി വാഷ് ചെയ്തിട്ട് വരാം. അപ്പൊ നമ്മള് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തു. നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ ഒപ്പിക്കൊടുക്കാം. അടുത്തത് നമ്മള് ചെയ്യാൻ പോണത് ടോണർ കേട്ടോ. അപ്പൊ അത് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നത് തന്നെയാണ്. അപ്പൊ ഇപ്രാവശ്യം ഞാൻ എടുത്തിരിക്കുന്നത് ഞാൻ റൈസ് ടോണർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതാണ് കേട്ടോ. അപ്പൊ അത് നമ്മുടെ ടോണറിന്റെ ബോട്ടിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇതാണ്. അപ്പൊ ഇത് അടിച്ചു കൊടുക്കാൻ പോവാണ്. ഓക്കെ, നമുക്കിതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഒരു പാർട്ടായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമ്മൾ മോയ്സ്ചറൈസർ ആയിട്ട് ഇട്ട് കൊടുക്കുന്നത് ഇതാ നമ്മുടെ അലോവേര ആണ്. അലോവേര ജെല്ലാട്ടോ. അപ്പൊ ഇതിന്റെ കൂടെ നമ്മളിപ്പോ വേറെ ബേസ് മേക്കപ്പ് ഒന്നും ചെയ്യണില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനിപ്പോ ചെയ്യണത് എന്താന്ന് വെച്ചാൽ അലോവേര പ്ലസ് നമ്മുടെ ഇത് വന്നിട്ട് സ്വിസ് ബ്യൂട്ടിയുടെ പേൾ ഇല്യൂമിനേറ്റർ മേക്കപ്പ് ബേസ് ആണ്. ഇത് ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. നമ്മൾ ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നതാണ്. അതാണ് സംഭവം കേട്ടോ. ഇത് നമ്മുടെ നിലാസെപ്സിന്റെ അലോവേര. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. മോയ്സ്ചറൈസർ പ്ലസ് നമുക്ക് ആ ഒരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യണില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ എടുക്കാം.
ഇപ്പൊ ഇതാ നല്ലൊരു മോയ്സ്ചറൈസർ മാതിരി ആയിട്ടുണ്ട്. പ്ലസ് നമുക്ക് ആ ഒരു ഗ്ലോ കിട്ടുന്ന മോയ്സ്ചറൈസർ ആയിട്ടുണ്ട്. നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എത്രത്തോളം വേണം, ആ ഒരു ഗ്ലോ വേണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നമ്മൾ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ ഞാൻ കുറച്ച് ഇടുന്നുണ്ട്, കാരണം നമ്മളിനി വേറെ ചെയ്യണില്ലല്ലോ. അപ്പൊ ഇതൊന്ന് അബ്സോർബ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. കാരണം ഇത് ഭയങ്കരമായിട്ട് നമുക്കറിയാലോ, അലോവേര ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു ഗ്രീസി, അതായത് ഒരു വഴുവഴുക്കുന്ന മാതിരിയല്ലേ ഇരിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ അത് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് അടുത്തത് നമ്മുടെ സൺസ്ക്രീൻ, അത് നമ്മൾ എന്തായാലും ഇട്ട് കൊടുക്കണം. കാരണം നമ്മുടെ സ്കിന്നിന്റെ പ്രൊട്ടക്ഷൻ നമ്മുടെ കയ്യിൽ ഇരിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ സൺസ്ക്രീൻ എന്തായാലും ഇടുക. ജസ്റ്റ് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് വരാം. ഞാൻ 5 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് നമ്മുടെ സ്കിൻ നല്ല നാച്ചുറൽ ആയിട്ട്, നമുക്ക് അങ്ങനെ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒന്നുമില്ല കേട്ടോ, നാച്ചുറൽ ആയിട്ട് നല്ലൊരു തിളക്കം, നമ്മുടെ സ്കിന്നിനൊക്കെ കണ്ടില്ലേ ഒരു തിളക്കം ഉണ്ട്, നമ്മുടെ അലോവേര അബ്സോർബ് ആയിട്ടുണ്ട്. പക്ഷെ ആ ഒരു തിളക്കം കിട്ടി. ഇനിയിപ്പോ ഇത് മാത്രമാണെങ്കിൽ ഇത് മാത്രം മതി, നമുക്ക് വേറൊരു മേക്കപ്പിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഇനി വേറെ ഇങ്ങനെ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. അപ്പൊ ഈ ഒരു സംഭവത്തിന്റെ ലിങ്ക് ഞാൻ താഴെ വെക്കാം കേട്ടോ. പേളിന്റെ ആണ്, അത്ര വലിയ റേറ്റ് ഒന്നും ഇല്ല. സ്വിസ് ബ്യൂട്ടിയുടെ പ്രൊഡക്ട്സ് ഒക്കെ കുറച്ച് റേറ്റ് കുറവുള്ളതാണ്. ഞാൻ എന്തായാലും താഴെ വെക്കാം. നല്ല സാധനം കേട്ടോ. ഇത് വന്നിട്ട് ഒരു പേളിന്റെ കളറാണ് ഇതിന്റെ ഇല്ലുമിനേറ്റർ. അപ്പൊ അങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ എടുത്ത് നിൽക്കുന്നില്ല. നെക്സ്റ്റ് നമ്മൾ സൺസ്ക്രീൻ ഇട്ട് കൊടുക്കാൻ പോണത് ഇത് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള, ഇപ്പൊ ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന, ഇതിപ്പോ 2ാമത്തെ ബോട്ടിൽ ഞാൻ ഓർഡർ ചെയ്ത് കഴിഞ്ഞു. ഇത് കഴിഞ്ഞു കേട്ടോ. ഇതിനുള്ളിൽ ഫുൾ എയറാണ്. ലാഷിയുടെ മാറ്റ് സൺസ്ക്രീൻ ജെല്ലാണ്. SPF 50 ആണ് കേട്ടോ, PA+++. അപ്പൊ ഇതാണ് ഓൾറെഡി ഇത് കഴിഞ്ഞു. ഇതാ കണ്ട, ഞാൻ പിന്നെ ഇങ്ങനെ ഞെക്കി പിഴിഞ്ഞ് ഇങ്ങനെ എടുക്കുന്നു മാത്രം. അപ്പൊ നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം. ഇത് കഴിഞ്ഞ കാരണം നമുക്ക് ആ ഒരു അളവ് കിട്ടില്ല. ഞാൻ അങ്ങനെ 2 വിരലിൽ എടുത്തിട്ടാണ് ഇടാറ്. അതാണ് നമ്മുടെ അളവ്. ഇത് ഞെക്കി പിഴിഞ്ഞെടുക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇത് നമ്മൾ എന്തായാലും നമ്മൾ ഇട്ടേ പറ്റൂ. അപ്പൊ നമ്മള് ഏറ്റവും നല്ലൊരു സൺസ്ക്രീൻ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇത് സെപ്പറേറ്റ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ മുകളിൽ ഒന്നും കൂടി നമുക്ക് നമ്മുടെ ആ ഒരു ഗ്ലോ ഉണ്ടല്ലോ, നമ്മുടെ അലോവേര പ്ലസ് നമ്മുടെ ഗ്ലോ സംഭവം ഇലൂമിനേറ്റർ, അത് വേണമെങ്കിൽ ഒന്നുകൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഒത്തിരി കൂടി തിളക്ക സൺസ്ക്രീൻ ഇടുമ്പോൾ ഒരു മാറ്റ് ആവും. അപ്പൊ ഞാനിന്ന് വിചാരിക്കുന്നത് കുറച്ചൊന്നും കൂടി ഒരു ഗ്ലോ ലുക്ക് കൊണ്ടുവരാന്നാണ്. കാരണം നമ്മൾ വേറെ മേക്കപ്പ് പ്രോഡക്റ്റ്, ഫൗണ്ടേഷൻ ഇല്ല, അതുപോലെ തന്നെ BB ക്രീം, CC ക്രീം, അതുപോലെ തന്നെ കൺസീലർ ഒന്നും ഇല്ല കേട്ടോ. നമ്മൾ ഇടയ്ക്ക് കൺസീലർ ഉപയോഗിക്കാറുണ്ട്, അതുപോലും ഇല്ല. സോ ഞാൻ കുറച്ചും കൂടി അലോവേര എടുത്തിട്ട് ഒരു ചെറിയൊരു ഗ്ലോ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഇടുന്നുണ്ട്. സൺസ്ക്രീൻ നമ്മുടെ ക്രീം കൂടെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് ഒന്നും കൂടി നമുക്ക് എവിടേക്കാണ് കൂടുതൽ തിളക്കം വേണ്ടതെന്ന് വെച്ചാൽ അവിടെയും കൂടി ഇട്ട് കൊടുക്കാം. ഫേസ് നോക്കുമ്പോഴേ നമ്മൾ വേറെ ഒന്നും ചെയ്യാത്തത് കൊണ്ടും നമുക്ക് ഇങ്ങനെ ഒന്നുകൂടി ഇട്ട് കൊടുക്കുന്നതല്ല കേട്ടോ. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നമ്മുടെ ഫേസിലത്തെ ആ ഒരു അലോവേര നന്നായിട്ടൊന്ന് അബ്സോർബ് ആയിട്ടുണ്ട്. നമുക്ക് ആ ഒരു നാച്ചുറൽ ഗ്ലോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, നെക്കിലും ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വേറെ ഒന്നുമില്ല, ഒരു കോമ്പാക്ട് ഇട്ട് കൊടുക്കുക, പൗഡർ, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിന് പകരം ടാൽക്കം പൗഡർ ഇടാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഇടാം. എനിക്ക് തീരെ ഇഷ്ടമില്ല ഫേസിൽ ടാൽക്കം പൗഡർ ഇടാനായിട്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കോമ്പാക്ട് എടുക്കുന്നത്. ഇതെന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കോമ്പാക്ട് ആണ്, K ബ്യൂട്ടിയുടെ കോമ്പാക്ട് ആണ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാനിത് ഫുള്ളായിട്ട് ഇടുന്നില്ല, അത് അത്യാവശ്യം ഒരു പരിവായി എടുത്തെടുത്ത്. അപ്പൊ അത് ഞാൻ ഫുൾ ഇടുന്നില്ല. ജസ്റ്റ് എനിക്ക് എവിടേക്കാണ് ആ ഒരു കോമ്പാക്ട് മാറ്റ് ലുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അവിടെ മാത്രമേ ഇടുന്നുള്ളൂ. അടുത്തത് നമ്മൾ കണ്ണെഴുതി കൊടുക്കാം. അതിന് മുന്നേ നമുക്ക് ഐബ്രോ ചെയ്യാം. അതിന് ശേഷം നമുക്ക് കണ്ണെഴുതി കൊടുക്കാം. അപ്പൊ നമ്മുടെ ഐബ്രോ പെൻസിലിന് വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി എടുത്തിട്ടുള്ളത് ഇത് വന്നിട്ട് നമ്മുടെ വെറ്റ് ആൻഡ് വൈൽഡിന്റെ റിട്രാക്റ്റബിൾ പെൻസിലാണ്. നമുക്ക് എഴുതി കൊടുക്കാം.
കണ്ണെഴുതി കൊടുക്കുക, പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മുടെ ഇത് വന്നിട്ട് എനിക്ക് ഇബ ഒരു മേക്കപ്പ് ബോക്സ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, ഇബ കോസ്മെറ്റിക്സിന്റെ. ഇത് വന്നിട്ട് ഇബ ഓൾ ഡേ കൊഹിൽ കാജലാട്ടോ. വാട്ടർ പ്രൂഫ് ആണ്, സ്മജ് പ്രൂഫ് ആണ്, ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വെച്ചിട്ട് നമുക്കൊന്ന് എഴുതി കൊടുക്കാം. അപ്പൊ ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാനായിട്ട് ഇത് വന്നിട്ട് ക്ലേവോന്റെ ലിപ് ടിന്റ് ആണ് കേട്ടോ. ഇതൊരു എന്താ പറയാ, ഒരു ഭയങ്കര റെഡ് അല്ല, ഒരു ലൈറ്റ് എന്താ പറയാ, ഒരു ഡാർക്ക് റെഡ് അങ്ങനെ നമുക്ക് പറയാനാണെങ്കിൽ. അതിന്റെ കളറൊക്കെ ഉണ്ടാവും, പീച്ച് ഗ്ലോ എന്ന് കേട്ടതുള്ളത്. ഇതിന് 200 രൂപയുടെ അടുത്തുള്ളൂ നമ്മുടെ റേറ്റ്. അപ്പൊ ഞാൻ എപ്പോഴും ഇപ്പൊ ബ്രഷ് വെച്ചിട്ട് ഇടണേ, പിന്നെ അധികം അങ്ങോട്ട് നമുക്ക് ആവശ്യമില്ല. മുടി കെട്ടാം. അപ്പൊ മുടി ഞാൻ കുറച്ച് ടിപ് ടോപ്പ് കൂടെ കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ മുടി ഇങ്ങനെ കണ്ണിലേക്ക് വരാണ്ടിരിക്കാനായിട്ട്. മുടി കെട്ടുമ്പോൾ ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യണില്ല. മുടി നന്നായിട്ടൊന്ന് ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഒരു വോളിയം നമുക്ക് കൂട്ടാൻ പറ്റില്ല. നമ്മൾ നന്നായിട്ടൊന്ന് കോരി കൊടുത്താൽ നല്ലൊരു ഇങ്ങനെ പരന്ന് കിടക്കും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഇതാ ഇതുമാതിരി ഇങ്ങനെ എടുത്തിട്ട് ഒരു ഇത്രേ ഉള്ളൂ. അപ്പൊ നമ്മള് സാരി ഉടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ മുല്ലപ്പൂ ഒക്കെ ശരിയാക്കിയിട്ടുണ്ട്. ഇനി ഇതാ കമ്മല്. അപ്പൊ ഇതൊരു നോർമൽ ഒരു ജിമിക്കാണ്. തിരിച്ചിട്ടല്ല വെച്ചാണ് ഇട്ടെടുക്കാം. ഇത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പൂവാട്ടോ. അപ്പൊ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. നല്ല പൂവ് എനിക്കിപ്പോ കിട്ടിയില്ല, അതുകൊണ്ടാണ് കേട്ടോ. അതായത് ഫ്രഷ് കിട്ടിയിരുന്നില്ല. അപ്പൊ ഇത് ഓക്കെ. അപ്പൊ ഇനി നമുക്ക് മാല. അപ്പൊ ഞാൻ മാല ഏറ്റവും സിമ്പിൾ നോക്കി. അപ്പൊ അതിൽ എനിക്ക് കുറച്ചൊരു വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാണ്ട് തോന്നിയിട്ടില്ല. ഇതാണ് നമ്മുടെ ഓക്കെ. അപ്പൊ നമ്മള് മാലിട്ടു. ഇനി മാച്ചായിട്ട് ഈ വള നമുക്ക് വരുന്നുണ്ട്. ഇതിലൊരു ഗ്രീനും അതുപോലെ തന്നെ പിങ്കും സ്റ്റോൺ ഉണ്ട്. അപ്പൊ വളമയാണെങ്കിലും അങ്ങനെയുണ്ട്. ഇനി നമുക്ക് അവസാനമായിട്ട് ചെയ്യേണ്ടത് നമുക്കൊരു കുറി തൊടണം. കുറി ഇല്ലാണ്ട് ഓണം ഇല്ലല്ലോ. പിന്നെ അതുപോലെ പൊട്ട് കുത്തിയിട്ടില്ല. അപ്പൊ ഞാൻ ഈ ഒരു സംഭവത്തിന്റെ ടിന്റിന്റെ തന്നെ കളർ എടുത്തിട്ടാണ് നമ്മൾ പൊട്ട് കുത്താൻ പോണേ. എന്റെ പൊട്ടുകുത്തിയാണ് കേട്ടത്. കാരണം നമുക്കൊരു റൗണ്ട് കിട്ടാൻ വേണ്ടിട്ടേ. ഇതിന്റെ ബാക്ക് ഉരുണ്ടിട്ടല്ലേ. ഓക്കെ. അപ്പൊ നമ്മള് കുരു തൊട്ടു. അപ്പൊ ഈ ഒരു സാരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സാരിക്ക് 10 വർഷത്തെ പഴക്കുണ്ട്. എന്താന്ന് വെച്ചാല് എന്റെ കല്യാണ സാരിയാണ്. ഞങ്ങൾ മേടിച്ചല്ല കേട്ടോ. ഞങ്ങളുടെ കല്യാണം എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മള് വീട്ടിൽ നിന്ന് പോന്നിട്ട് ചേട്ടന്റെ വീട്ടിൽ വന്നിട്ടാണ് കല്യാണം നടത്തിയത്. അപ്പോ എല്ലാവർക്കും അറിയാം നമ്മുടെ കഥകളൊക്കെ, ഞാൻ പ്രത്യേകിച്ച് തന്നെ പറയണ്ടല്ലോ. അപ്പൊ ചേട്ടന്റെ ഒരു ഫ്രണ്ട് എടുത്ത് കൊടുത്ത് ചേട്ടന് കൊടുത്താണ് എനിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്, കല്യാണത്തിന് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ഗിഫ്റ്റ് കൊടുത്ത സാരിയാണ്. അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു ഫ്രണ്ട് ഇപ്പോ ജീവിച്ചിരിപ്പില്ല. ആള് ഒരു ആക്സിഡന്റില് മരണപ്പെട്ടു. അപ്പൊ അതുകൊണ്ട് തന്നെ ആളുടെ ഒരു ഓർമ്മയും കൂടിയിട്ട് ഇപ്പൊ ഓർക്കാണ് ആളെയും കൂടി. എനിക്ക് അങ്ങനെ വലിയ പരിചയം ഉണ്ടായിരുന്നില്ല. കാരണം ചേട്ടന്റെ ഫ്രണ്ടുകൾ എല്ലാവരും എനിക്ക് അറിയുണ്ടായിരുന്നില്ല. ചേട്ടന്റെ വല്യച്ഛന്റെ മോനെ മാത്രമേ എനിക്ക് അറിയുണ്ടായിരുന്നുള്ളൂ. അതൊരു ബന്ധമാണല്ലോ, ചേട്ടന്റെ അച്ഛന്റെ ചേട്ടന്റെ മോൻ എന്ന് പറയുമ്പോൾ. അപ്പൊ അവരൊക്കെ കൂട്ടിയാണ് നമ്മളെ വീട്ടിൽ നിന്ന് ചേട്ടന്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതിപ്പോ ചേട്ടനായിട്ട് എനിക്ക് കൊണ്ടുവന്നു തന്നു, ഇങ്ങനെ എന്റെ കൂട്ടുകാരെ തന്നാന്ന് പറഞ്ഞിട്ട്. പിന്നെ എത്ര കൊല്ലായെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ആള് മരണപ്പെടുണ്ടായത് ചെറുപ്പമായിരുന്നു, ആക്സിഡന്റ് ആയിരുന്നു. ഭയങ്കര ഒരു വിഷമായിരുന്നു. ചേട്ടനൊക്കെ ഭയങ്കര വിഷമായിരുന്നു അത്. അപ്പൊ എപ്പോഴും പറയും ചേട്ടൻ വന്നിട്ട് നമുക്ക് സാരി എടുത്ത് തന്നത് ആളാണ് കുട്ടിച്ചേട്ടൻ എന്നാണ് പറയാറ്. അപ്പൊ ആ ചേട്ടനെ ഇപ്പൊ ഓർക്കാണ് കേട്ടോ. എനിക്ക് കാര്യമായിട്ട് പരിചയമില്ലെങ്കിലും ആ ഒരു സമയത്ത് ബന്ധുക്കള് പോലും ചെയ്യാത്തൊരു കാര്യമാണ് ആള് ചെയ്തത്.
അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു വലിയ കാര്യമാണ് കല്യാണത്തിന്. അപ്പൊ ഞാനിതിങ്ങനെ പൊന്നു പോലെ സൂക്ഷിച്ചു കൊണ്ട് നടക്കുന്ന സാരി കേട്ടോ. എത്ര ഈ ബ്ലൗസ് ഇതല്ല, ബ്ലൗസ് ഈ ഒരു കസവ് ഉണ്ടല്ലോ, ഈ ഒരു കളറും ഈ കസവും കൂടി മിക്സ് ചെയ്ത സാരിയാണ്. നല്ല ബ്ലൗസാണ് ആയിരുന്നത്. അപ്പൊ ബ്ലൗസ് എന്ന് പറഞ്ഞാല് എനിക്ക് പാകം തന്നെയാണ്, പക്ഷെ അതിങ്ങനെ ഇരുന്നിരുന്നിട്ടൊരു കളർ ചേഞ്ച് വന്നു. അങ്ങനെ കോട്ടൺ ആണ്, നല്ല നല്ല പ്യുവർ കോട്ടനാ, പക്ഷെ അതിന്റെ ഒരു കളർ ചേഞ്ച്, ഒരു യെല്ലോ കളർ കയറിയ മാതിരി ബ്ലൗസിൽ. അതിന്റെ ലൈനിങ്ങിന് എന്തോ ഒരു ഇഷ്യൂ ഉണ്ട് തോന്നുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് തോന്നുന്നു ആ ഒരു ലൈനിങ് എടുത്ത് കാണിക്കുക. ലൈനിങ് ഭയങ്കര യെല്ലോ ആയി മാറി. അപ്പൊ അതുകൊണ്ടാണ് ഞാനിപ്പോ ഈ ബ്ലൗസ് ഇട്ടോ, വേറെ ഒന്നല്ല. അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു ലുക്കിനെ കുറിച്ച് നമുക്ക് ചേട്ടനോട് ചോദിക്കാം. ചേട്ടൻ ആ ഒരു ചേട്ടന്റെ കാര്യം പറയുന്നത് നമുക്ക് കേൾക്കാം. ആൾക്ക് അറിയില്ല കേട്ടോ. അപ്പൊ ഞാൻ ഏതാ കൊടുത്തേടേന്നൊന്നും, എനിക്ക് ക്യാമറ സെറ്റ് ചെയ്ത് നിന്നിട്ട് പോയതാണ് ആള്. അപ്പൊ എന്തായാലും ഞാൻ ചേട്ടനെ വിളിക്കും. നിങ്ങൾക്ക് തന്നെയാണ് മതി. അപ്പൊ ചേട്ടനോട് ഞാനേ ചേട്ടനെ വെറുതെ വിളിച്ചോണ്ടെന്നിട്ടുള്ളൂ, എന്നിട്ടാണ് കാര്യം വന്നിട്ടില്ല കേട്ടോ. എങ്ങനെയുണ്ട് സാരി എടുത്തിട്ട്? വാ, ഈ സാരി ഓർമ്മയുണ്ട്? അപ്പൊ ഈ സാരിനെ കുറിച്ചിട്ടുള്ള കഥ പറയും. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. അപ്പൊ ഞാൻ പറഞ്ഞു തന്നെയാണോ ചേട്ടൻ പറയാന്നുള്ളതാണ്. ഞാൻ പറ സാരിനെ കുറിച്ച്. ആ സാരിയിലെ കരിഞ്ഞു പോയതല്ല, മനസ്സിലായിണ്ടോ? അത് സാരിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിരിക്കാനാണോ? എനിക്കൊരു വിഷമമായിട്ടുള്ള കാര്യമാണ് ഞാൻ അവരോട് പറഞ്ഞത് സാരിനെ കുറിച്ച്. അല്ല, സാരി നമുക്ക് ആരെ തന്നേ? ആളെ കുറിച്ചിട്ടാ സംസാരിച്ചത് നമ്മള്. ഞാൻ അതാണ് പറഞ്ഞത്, നമുക്ക് നമ്മളത് ഓർക്കണ്ടേ. നമുക്കൊരാള് പോലും ചെയ്യാത്ത കാര്യമല്ല ആള് ചെയ്തൊന്നും. ആരെങ്കിലും നമുക്ക് തന്ന അങ്ങനെ സാരി ആ സമയത്ത് സാരി അത് എന്നെയൊക്കെ ആലോചിച്ചിട്ട് എന്നെ അറിയാൻ കൂടി. അത് ഞാൻ തന്നെയാണ് കുട്ടിയുടെ കൊടന്നതിന്റെ പിറ്റേ ദിവസമായിരുന്നു കല്യാണം അല്ലെ? നമ്മള് ചേട്ടന്റെ എന്റെ വീട്ടിലേക്ക് ചേട്ടന്റെ ബന്ധുക്കൾ ഉണ്ടായിരുന്നു കൊണ്ടുവന്നപ്പോ. എന്നിട്ട് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നമ്മള് ഇതൊക്കെ ബുക്ക് ചെയ്തിട്ട് വേണ്ട കല്യാണം. അതായത് ഞങ്ങള് പെട്ടെന്നായിരുന്നു നമുക്ക് നടന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു കയ്യില് കാശ് കരുതിയിട്ടൊന്നല്ലായിരുന്നു. അപ്പൊ സാഹസികമായിട്ടുള്ള യാത്രകളായിരുന്നു. പിന്നെ അപ്പൊ പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പറയല്ല മനസ്സിലൊരു കാര്യമുണ്ട്, എന്നെങ്കിലും നമുക്ക് ചെയ്യണം. അത് മരിച്ചു പോയപ്പോ അത് ആളെ കുറ്റം പറയാൻ കുറെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ അതിന് പകരമായിട്ട് ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും അങ്ങനെ പറയാനൊന്നല്ല ഞങ്ങളങ്ങനെ ഒരാളോട് പറയാറില്ല. ഞങ്ങൾ എന്ത് ചെയ്താലും നമുക്ക് ഞാൻ പണ്ടേ തൊട്ട് ഞാൻ പറഞ്ഞിട്ടാണ് ഒരു ആഗ്രഹം എന്റെ ഭാര്യയുണ്ട് എന്നുള്ളത്. അതെത്തിനെങ്കിൽ അങ്ങനെ ആ സമയത്ത് ഒരാള് സഹായിച്ചിട്ടുണ്ടായിരുന്നു. അത് സത്യം പറഞ്ഞാൽ എന്നെ ഒന്നും അറിയുന്നില്ല കേട്ടോ. ചേട്ടനോടുള്ള ഒരു സ്നേഹം അത്രേ ഉള്ളൂ. ഞങ്ങൾ നല്ല കമ്പനിയായിരുന്നു. പിന്നെ പെട്ടെന്ന് ഒരു ദിവസം ആക്സിഡന്റ്. പിന്നെ ആരും സഹായിച്ചില്ല എന്നല്ല, ചേട്ടന്റെ ഇപ്പൊ ഞാൻ മോളുണ്ടായിട്ട് നമ്മുടെ എല്ലാ പരിപാടിക്കും ചേട്ടന്റെ കൂട്ടുകാരനെയാണ് വന്നിരുന്നത്. നമുക്ക് വിളമ്പാനും ഒക്കെ അവരൊക്കെ ഭയങ്കര ഒരു ഒത്തൊരുമയാണ്. ആ ഭാഗത്ത് അങ്ങനെയാണ്. ഇപ്പോഴും അവരായിട്ട് നല്ല സ്നേഹമുള്ളതിൽ എല്ലാവരായിട്ട് അന്നുണ്ടായിരുന്നു. ഏകദേശം ഒരു 10-15 വർഷത്തിന് മുകളിലായിട്ടുള്ള ബന്ധങ്ങൾ ഇപ്പോഴും അതുപോലെ തന്നെ നടന്നുകൊണ്ട്. എന്നും വിളിച്ചില്ലെങ്കിലും ഇടയ്ക്ക് വിളിച്ചിട്ട് എന്താണ്ടാ എന്ന് ചോദിക്കുന്ന ആൾക്കാരാണ് ഉള്ളത് ഇപ്പോഴും. എന്തിപ്പോ ചോദിക്കാൻ എന്നെ വിളിച്ചിട്ട് ഞാനപ്പോ ചേട്ടനെ ഓർമ്മയുണ്ട്, ഒരു 10 കൊല്ലത്തെ പഴക്കല്ലേ. അപ്പൊ എല്ലാവരും ഒരു കുഴപ്പമില്ലാണ്ട് ഞാൻ അങ്ങനെ പൊന്നു പോലെ ഭയങ്കര സൂക്ഷിച്ചു. വേറെ ഒന്നും സൂക്ഷിച്ചില്ലെങ്കിൽ അത് സൂക്ഷിക്കാറുണ്ട് കേട്ടാ. ഇങ്ങനെ ഇല്ലേ അലമാരിയില് നമ്മളിങ്ങനെ സൂക്ഷിച്ചേക്കാറുണ്ട്. പിന്നെ വാവയുടെ എല്ലാ ഉടുപ്പുണ്ട്. വാവയുടെ ഉടുപ്പ്, പിന്നെ വാവയുടെ പൊക്കിള് കട്ട് ചെയ്തത് വരെ എടുത്ത് വെച്ചിട്ടുണ്ട്. അല്ല അതൊക്കെ ഒരു ഓർമ്മ. ജുമ്മ അന്ന് നമ്മള് കട്ട് ചെയ്തിട്ട് അവര് ക്ലിപ്പ് മേലെ പിടിപ്പിച്ചു തരാം. അപ്പൊ അത് കട്ട് ചെയ്തിട്ട് അത് ഞാൻ ആ ക്ലിപ്പ് കൊഴിഞ്ഞപ്പോ ക്ലിപ്പടൊക്കെ എടുത്ത് വെച്ചു. അതൊരു ബാഗിലാക്കി അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള വിശേഷം. അപ്പൊ ഞാന് എന്ത് ആലോചിച്ചിട്ടില്ലേ. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു, പിന്നെ എല്ലാവരും ഓണം എന്ന് പറയുമ്പോ പുതിയത്. അപ്പൊ ഞാൻ ആലോചിച്ചപ്പോ എനിക്ക് നല്ലൊരു ഓർമ്മയാണ്. പിന്നെ ഭയങ്കര ഒരു ഉള്ളില് ഒരു എന്താ പറയാ ഒരു സന്തോഷമുണ്ട് കല്യാണത്തിന്റെ. ഞാനിത് മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ. മുന്നേ ഈ ഒരു സാരി അന്ന് ഇതിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ല. അപ്പൊ ഇപ്പൊ ഈ ഒരു സന്ദർഭത്തിൽ സംസാരിക്കാൻ തോന്നി. പെട്ടെന്ന് നല്ല കോട്ടൺ ആട്ടോ, നല്ല കോട്ടൺ. അപ്പൊ ഇതിന്റെ ബ്ലൗസ് ഞാൻ പറഞ്ഞില്ല ഒരു മഞ്ഞപ്പ് വന്നു. അതാണ് ഞാൻ നല്ല. അപ്പൊ ഇതിന്റെ ഇതൊന്നും തലേമയാണ് ഇതിന്റെ ഡിസൈൻ വർക്കൊക്കെ കേട്ടോ. തല ഭയങ്കര ഭംഗി കാണണ്ടേ കണ്ട. അങ്ങനെ ഒരു ഡിസൈനാ. ഒരു കോട്ടം സംഭവിച്ചിട്ടില്ല എത്ര കൊല്ലായിട്ട്.
അല്ല ഇത് വലിയ കാര്യല്ല. എന്റെ അമ്മയുടെ കല്യാണ സാരി ഇപ്പോഴും ഉണ്ട്. 30 കൊല്ലായി. അമ്മയുടെ ഉണ്ട്, ചേട്ടൻ അമ്മയുടെ. അപ്പൊ ഇത് വലിയ കാര്യമൊന്നുമല്ല. എന്നാലും പിന്നെ ഞാൻ പറയാണ് നമുക്ക് അങ്ങനെ എടുത്താ. അപ്പൊ എന്തായാലും നമുക്ക് ഇനി ഫുൾ ഔട്ട്ഫിറ്റ് കാണാം. അപ്പൊ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണം. അപ്പൊ നാളെ നമുക്ക് സൂപ്പറായിട്ടുള്ള വീഡിയോ ഉണ്ട്. അപ്പൊ ചേട്ടനൊക്കെ ഉണ്ട് അതില് നാളത്തെ വീഡിയോയില്. ഞങ്ങള് കഷ്ടപ്പെട്ടെടുത്ത വീഡിയോ ആണ്. അതെ. ആര്? ഞാൻ തന്നെ കുതിക്കും. അപ്പൊ നാളെ ആ വീഡിയോ ആണ് നമുക്ക്. അപ്പൊ എന്തായാലും നമുക്ക് ഫുൾ ഔട്ട്ഫിറ്റ് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. അപ്പൊ നാളത്തെ വീഡിയോയ്ക്ക് വേണ്ടിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നാളെ ഞാൻ എല്ലാവരോടും മഴ സാഹചര്യത്തിലാണ് ഇവിടെ ഇടയ്ക്ക് മിന്നലും കത്തലൊക്കെ ഉണ്ടാകുന്നത്. കരണ്ട് പോകുന്നുണ്ട്. അതൊന്നും സാരാക്കണ്ട, നിവർത്തിക്കുക. അങ്ങനെ അപ്പൊ നമ്മുടെ ഓണത്തിന്റെ ഇപ്പൊ ഇത് 3ാമത്തെ ലുക്കാണ്. അപ്പൊ നാളെ ഇനി ഒരു കാര്യം കൂടി ഉണ്ട്. അങ്ങനെ ടോട്ടൽ 4 കാര്യങ്ങളുണ്ട്. നാളെ ഞങ്ങൾ എല്ലാവരും ഉണ്ട്. അപ്പൊ നാളെ ഞങ്ങള് നാളെ എല്ലാവരോടും കാണാൻ പറയുന്നില്ല. കാരണം ഓണത്തിന് തലേ ദിവസമാണ്. അപ്പൊ എല്ലാവർക്കും അതിന്റേതായ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് അത്ര വലിയ എന്താ പറയാ, നിങ്ങൾക്ക് ഇപ്പൊ മേക്കപ്പ് ലുക്ക് കാണുമ്പോ നിങ്ങൾക്ക് ചെറുതായിട്ട് പ്രൊഡക്റ്റ് ഒക്കെ പരിചയപ്പെടാന്നല്ലാണ്ട് അതിലൊന്നും വലിയൊരു കാര്യം നിങ്ങൾക്ക് കിട്ടാനില്ല എന്ന് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സന്തോഷം നിങ്ങൾക്ക് നേരം പോകാനായിട്ട്. അപ്പൊ നിങ്ങൾക്ക് നേരം ഉള്ളപ്പോ നേരം പോക്കാൻ വേണ്ടിട്ട് കണ്ടാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയില് വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ. അപ്പൊ നിർത്തി പോവരുത്, ഫുൾ ഔട്ട്ഫിറ്റ് കൂടി കാണാം. എന്തായാലും കുറച്ച് പഴയ സാരി അല്ല, അപ്പൊ നമുക്ക് കണ്ടിട്ട് വരാം. പഴയ ഫാഷനാണ്, ഇപ്പോഴത്തെ ഒന്നല്ല. ഇത് പുരാവസ്തു എന്ന് പറയാൻ പറ്റില്ല. പുരാവസ്തു നാട്ടില് 10 കൊല്ലമായിട്ടും 10 കൊല്ലം എന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മളൊക്കെ ഭയങ്കര പുരാവസ്തു.